യേശുവിൽ പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും പോട്ട വചനോത്സവം സെൻറ്ററിൽ നിന്ന് പ്രാർത്ഥനയും ദൈവാനുഗ്രഹവും നേരുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 4-ാം തിരുവചനം. ഈശോ അരുളിച്ചെയ്തു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുക. നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നല്ല ആരോഗ്യത്തിനും അതിൻ്റെ പ്രവർത്തനത്തിനും പോഷണം ആവശ്യമുള്ളതുപോലെ തന്നെ നമ്മുടെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിനും ഊർജം ആവശ്യമാണ്, പോഷണം ആവശ്യമാണ്. അതിന് ഈശോ നമുക്ക് തന്നിരിക്കുന്ന വലിയ 2 ഊർജ സ്രോതസ്സുകളാണ് ഈശോയുടെ ശരീരമാകുന്ന വിശുദ്ധ കുർബാനയും അതോടൊപ്പം വിശുദ്ധ ബൈബിളിലെ ദൈവവചനവും. പോട്ട ഡിവൈൻ ശുശ്രൂഷയുടെ ആരംഭകാലം മുതൽ അനേക ആയിരങ്ങളിലേക്ക് ദൈവവചനം എത്തിക്കുവാൻ ഈശോ തിരഞ്ഞെടുത്ത ഒരു മാർഗമാണ് വചനോത്സവം മാസിക. അനേകം ആളുകളിലേക്ക് ഈ മാസിക എത്തിച്ചേരുവാൻ ദൈവം ഇടയാക്കി. ഇപ്പോഴും അനേക മക്കൾ അവരുടെ ജീവിതത്തിൻ്റെ ദുഃഖത്തിൻ്റെയും നിരാശയുടെയും ഭയത്തിൻ്റെയും ഇരുളിൽ വചനോത്സവം മാസികയിലൂടെ ദൈവത്തിൻ്റെ പ്രകാശം കണ്ടെത്തുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സങ്കീർത്തനങ്ങൾ 119-ാം അധ്യായത്തിൻ്റെ 105-ാമത്തെ വചനത്തിൽ, അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും എൻ്റെ പാതയിൽ പ്രകാശവുമാകുന്നു. ഈ അടുത്ത കാലത്ത് ഞാനൊരു വചനോത്സവം പ്രേക്ഷിതനെ പരിചയപ്പെട്ടു. ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തുന്നതിനിടയിൽ ഇങ്ങനെ പറഞ്ഞു, കഴിഞ്ഞ 6 ദിവസങ്ങളായി ഞാൻ കടലിൽ മീൻ പിടിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ കടലിൽ നിന്ന് തിരിച്ചു വന്നു, കുളിച്ച് എത്രയും വേഗം വചനോത്സവം മാസിക വാങ്ങി പറ്റുന്നത്ര വിതരണം ചെയ്ത് ഇന്ന് രാത്രിയിൽ വീണ്ടും മീൻ പിടിക്കാൻ വേണ്ടി കടലിലേക്ക് തിരിച്ചു പോകണം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ വചനം മനുഷ്യ ജീവിതങ്ങളിൽ നടത്തുന്ന അത്ഭുതങ്ങളും തിരിച്ചറിഞ്ഞ അനേക ദൈവമക്കളാണ് വചനോത്സവത്തിൻ്റെ വായനക്കാരും വചനോത്സവത്തിൻ്റെ വിതരണക്കാരായ പ്രേക്ഷിതരുമായി ഇന്ന് ലോകത്തിലുള്ളത്. അവരോടെല്ലാം ഞങ്ങൾക്കുള്ള സ്നേഹവും കടപ്പാടും പ്രത്യേകമായി അറിയിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്പോൾ ഈ വചനോത്സവം മാസികയുടെ ഒരു ശുശ്രൂഷ കൂടെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ പേര് വചനോത്സവം ഓൺലൈൻ എന്നാണ്. വാർത്താ മാധ്യമങ്ങളിലൂടെ ദൈവവചനം മനുഷ്യമക്കളിലേക്ക് എത്തിക്കുക എന്ന മിഷൻ്റെ ഭാഗമായി നവമാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ നവ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ദൈവമക്കളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് വചനോത്സവം ഓൺലൈൻ എന്ന ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയും സഹകരണവും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ഒരത്ഭുതം, ഒരടയാളം, ഒരു രോഗസൗഖ്യം, ഒരു വിടുതലിൻ്റെ അനുഭവം, കുടുംബ നവീകരണം, ഒരു മാനസാന്തരത്തിൻ്റെ കഥ, ഒരു ജീവിത നവീകരണത്തിൻ്റെ അനുഭവം നിങ്ങൾക്ക് ലോകത്തോട് വിളിച്ചു പറയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഈ മാധ്യമത്തിലൂടെ ലോകമെമ്പാടും അറിയിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും സാധിക്കുന്നത്ര ആളുകളിലേക്ക് എത്തിക്കുവാൻ ഷെയർ ചെയ്യണമെന്നും ദയവായി നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഈ താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ആവശ്യമായ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിലെ വെളിപാടിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനം. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുകയും കേൾക്കുകയും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. ഈ ശുശ്രൂഷയിലൂടെ അനേകം ആളുകൾക്ക് ദൈവവചനം കൂടുതൽ വായിക്കുവാനുള്ള താല്പര്യവും
തീക്ഷ്ണതയും ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ശുശ്രൂഷയിലൂടെ അനേകം ആളുകൾക്ക് ദൈവവചനം കൂടുതൽ കൂടുതൽ കേൾക്കുവാനുള്ള താല്പര്യവും തീക്ഷ്ണതയും ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ശുശ്രൂഷയിലൂടെ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പാലിച്ച് ദൈവവചനത്തിനനുസരിച്ച് ഒരു ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള താല്പര്യവും തീക്ഷ്ണതയും ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വചനോത്സവം ഓൺലൈനിലൂടെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ ഇതുവരെയും നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ സഹായ സഹകരണങ്ങൾ തുടർന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വചനോത്സവം മാസികയുടെ ചീഫ് എഡിറ്ററായ ഞാൻ ഫാദർ മാർട്ടിൻ ചിറ്റടിയിൽ VC, ഈ ശുശ്രൂഷയുടെ മാനേജരായ ബഹുമാനപ്പെട്ട ഫാദർ പ്രിൻസ് മാഞ്ഞൂരാൻ VCയോട് ചേർന്ന് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം തിരുവചനം, എൻ്റെ ദൈവം അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള നന്മകളെല്ലാം നൽകി അനുഗ്രഹിക്കും. പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവും വിശുദ്ധ വിൻസെൻ്റ് പോളും ഈ ശുശ്രൂഷയോട് കൂടെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ ദൈവാനുഗ്രഹം നേരുന്നു.